പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ നൽകിയ വാർത്താ വിലക്ക് ഹർജിയിൽ റിപ്പോർട്ടർ ടിവിക്ക് കോടതി പിഴയിട്ടു. ബാംഗ്ലൂരു സിറ്റി സിവിൽ സെഷൻസ് കോർട്ട് റിപ്പോർട്ടർ ടിവിക്ക് 10,000 രൂപയാണ് പിഴയിട്ടത്. ഉട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ കേസുകളിലെ വാർത്തകൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഈ നടപടി ഉണ്ടായത്. ഹർജിക്കാർക്ക് ദുരുദ്ദേശമുണ്ട് എന്നത് അടക്കമുള്ള നിരീക്ഷണങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കോടതി റിപ്പോർട്ടർ ടിവിക്ക് പിഴയിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ഒരാഴ്ചക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ പുനഃസ്ഥാപിക്കാനും കോടതി ഉത്തരവിട്ടു. അതായത് ഈ തട്ടിപ്പ് കേസെല്ലാം നാട്ടുകാർ അറിയണം എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ ടിവി ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരായി മാധ്യമങ്ങളിലും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വന്ന വാർത്തകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു റിപ്പോർട്ടർ ടിവി ബാംഗ്ലൂർ കോടതിയെ സമീപിച്ചത്. 2025 ഒക്ടോബറിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഹർജി നൽകിയത്. അഗസ്റ്റിൻ സഹോദരന്മാർ പ്രതികളായ മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലുകൾ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ 900-ൽ ഏറെയുള്ള വാർത്തകളുടെ ലിങ്കുകൾ എല്ലാം നീക്കം ചെയ്യണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ആദ്യഘട്ടത്തിൽ എതിർകക്ഷികളെ കേൾക്കാതെ മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് അടക്കമുള്ള കേസുകളുടെ ഉള്ളടക്കം നീക്കാൻ കോടതി ഇടക്കാല ഉത്തരവിടുകയും ചെയ്തു. കേസിലെ എതിർകക്ഷികളായ പ്രമുഖ മാധ്യമങ്ങളെ കേൾക്കാതെയായിരുന്നു ഈ ഉത്തരവുണ്ടായത്. എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഹർജിയിലൂടെ റിപ്പോർട്ടർ ടിവി ചെയ്യുന്നതെന്ന് വസ്തുതകളും രേഖകളും ഹാജരാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം നൽകി. മുട്ടിൽ കേസിൽ ചാനൽ ഉടമകളായ അഗസ്റ്റിൻ സഹോദരങ്ങളെ പ്രതിയാക്കിയ FIR, നിയമസഭയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസെടുത്തതിൽ നൽകിയ മറുപടി, ഇതെല്ലാം അടക്കം വിവിധ കേസുകളുടെ വിവരങ്ങൾ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ ബോധിപ്പിച്ചു. മാത്രമല്ല, കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ച് കേരളത്തിൽ നൽകിയ വാർത്തകളുടെ വിവരങ്ങളും അവർ ഹാജരാക്കിയിരുന്നു. അതിന് പിന്നാലെ കേസ് പിൻവലിക്കാൻ അനുമതി തേടി റിപ്പോർട്ടർ ടിവി കോടതിയിൽ അപേക്ഷ നൽകി. എന്നാൽ കോടതിയുടെ സമയം നഷ്ടമാക്കുകയും നിയമ നടപടികളെ ദുരുപയോഗം ചെയ്തതിലും ഹർജിക്കാരന് പിഴയിടണമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് വാദിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് 10,000 രൂപ പിഴയിട്ട് ഹർജി പിൻവലിക്കാൻ ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി അനുമതി നൽകിയത്. നേരത്തെ കോടതി നീക്കാൻ നിർദ്ദേശിച്ച അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരായ എല്ലാ വാർത്തകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ലിങ്കുകളും പുനഃസ്ഥാപിക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോടതി നൽകിയത് താൽക്കാലിക ഉത്തരവാണെന്നിരിക്കെ വാർത്തകൾ സ്ഥിരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ടർ ടിവി മാധ്യമങ്ങൾക്ക് നോട്ടീസ് അയച്ചത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് പിൻവലിച്ചതോടെ റിപ്പോർട്ടർ ടിവിക്കെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ നടന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ തടയാൻ റിപ്പോർട്ടർ ടിവി എന്തുകൊണ്ട് അയൽ സംസ്ഥാനമായ കർണാടകയെ ആശ്രയിച്ചു എന്നതും ഒരു ചോദ്യമാണ്. ബാംഗ്ലൂരു സിറ്റി സിവിൽ കോടതിയിൽ പോയി റിപ്പോർട്ടർ ആദ്യം ഒരു എക്സ് പാർട്ടി വിധി നേടിയെടുക്കുകയായിരുന്നു. മാധ്യമങ്ങൾ നൽകിയ മുട്ടിൽ മരമുറി കേസ്, ബാങ്ക് തട്ടിപ്പ്, മാംഗോ ഫോൺ വെട്ടിപ്പ് തുടങ്ങിയ വാർത്തകളുടെ 994 ലിങ്കുകളാണ് റിപ്പോർട്ടർ ടിവി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നീക്കം ചെയ്യിപ്പിച്ചത്. എന്നാൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വിവരങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതോടെയാണ് നീക്കം ചെയ്ത എല്ലാ വാർത്തകളും പുനഃസ്ഥാപിക്കാമെന്നും അവ പബ്ലിഷ് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ലെന്നും കോടതി വ്യക്തമാക്കിയത്. എന്തുകൊണ്ട് കേരളത്തിൽ കേസ് നൽകിയില്ല എന്ന കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ അടിപതറിയ റിപ്പോർട്ടർ പരാതിയില്ല എന്ന് പറഞ്ഞ് ഹർജി നിരുപാധികം പിൻവലിക്കുകയായിരുന്നു.